ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് നേരെ എവിടേക്കാണ് ലിച്ചുകുട്ടി പോകുന്നത്? അച്ചാമ്മയുടെ വീട്ടിൽ. നമ്മൾ ചിറയൻകീഴ് നാട്ടിലേക്ക് നമ്മൾ എവിടെ പോയാണ്? നമ്മൾ അടിച്ചു പൊളിക്കാനായിട്ട് പോകണം. അപ്പോൾ നമുക്കിനി ബാക്കി വിശേഷങ്ങൾ അവിടെ വെച്ച് കാണാം. ചിറയൻകീഴെന്ന് കേൾക്കുമ്പോഴേ ലിച്ചുകുട്ടി ഭയങ്കര ഹാപ്പി ആയിരിക്കും കേട്ടോ. ആദ്യമേ ഫ്രണ്ടിലെ സീറ്റങ്ങ് പിടിച്ചു. പിന്നെ ഞാനും പവിക്കുട്ടനും അവൻ എൻ്റെ വയറ്റിലായിരുന്ന സമയത്തെ ബാക്കിൽ തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ബാക്കിലും ഇരുന്നു, ലിച്ചുകുട്ടിയും ചേട്ടനും ഫ്രണ്ടിൽ ഇരുന്നു. ഞങ്ങളിന്ന് ചേട്ടൻ്റെ വണ്ടിയിലാണ് പോകുന്നത് കേട്ടോ. ഇന്ന് ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ ഈ വീഡിയോയിൽ ഞാൻ റിവീൽ ചെയ്യും. ഓക്കെ, നമ്മളിതാ ഇപ്പോൾ ലിച്ചുകുട്ടി ഫ്രണ്ടിൽ ഇരിക്കുന്നുണ്ട്. ഞങ്ങളിതാ ഈ നമ്മുടെ കഴക്കൂട്ടം ബൈപ്പാസ് വഴി ഇങ്ങനെ ചിറയൻകീഴിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല വിശപ്പുണ്ട്. അപ്പം ഞാൻ ചേട്ടനോട് സോപ്പിട്ടൊക്കെ വെച്ചിട്ടുണ്ട് മസാല ദോശ വാങ്ങിച്ചു തരാനായിട്ട്. ഞങ്ങൾ ആ വഴി കൂടെയൊക്കെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അറ്റ് ലാസ്റ്റ് നമ്മൾ ആ മസാല ദോശ കഴിക്കാൻ വേണ്ടിയിട്ട് ചേട്ടൻ ഞങ്ങൾ ആര്യസിൽ കൊണ്ടുവന്നു. ലിച്ചുകുട്ടി മസാല ദോശയ്ക്ക് വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുകയാണ്. കാത്തിരിപ്പ് മാത്രമേ ഉള്ളൂ കേട്ടോ. കൊണ്ടുവന്നാൽ കഴിക്കുകയൊന്നുമില്ല, കഴിക്കാൻ ഭയങ്കര പാടാണ്. ചേട്ടൻ അവിടെ മൊബൈൽ നോക്കിയിരിപ്പുണ്ട്. അങ്ങനെ നോക്കിയിരുന്ന് നമ്മുടെ മസാല ദോശ ഉഴുന്നുവട എല്ലാം അങ്ങോട്ട് വന്നു. നല്ല സാമ്പാറും ചമ്മന്തി എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ചേട്ടൻ എൻ്റെ കയ്യിൽ പവിക്കുട്ടനെ ഇരിക്കുന്നുണ്ട്. എനിക്ക് വിളമ്പാനൊന്നും പറ്റിയില്ല. അപ്പോൾ ചേട്ടൻ തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും സെർവ് ചെയ്ത് തന്നു. അങ്ങനെ ഞങ്ങൾ പിന്നെ ആ മസാല ദോശയൊക്കെ നല്ല സൂപ്പറായിട്ട് കഴിച്ച്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഗായ്സ്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ബാക്കി നമ്മൾ കഴിച്ചിട്ട് വരാം. വണ്ടിയിലിരുന്ന് ലിച്ചുകുട്ടിക്ക് ബോറടിച്ചെന്ന് വിചാരിച്ചു. പിന്നെ അങ്ങോട്ട് എൻജോയ് ചെയ്യാമെന്ന് കരുതി അപ്പോൾ ഞാൻ ഇന്ന് എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലാണുള്ളത്. അപ്പോൾ ചേട്ടൻ്റെ അമ്മ ഇഷ്ടം പോലെ ചെടി വളർത്തുന്ന ഒരാളാണ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗെന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് എന്തുകൊണ്ടും ഇവിടെ വന്നിട്ട് ഏറ്റവും എടുക്കാൻ പറ്റിയതെന്ന് പറയുമ്പോൾ നമ്മുടെ ചെടികളെ വെച്ചിട്ട് തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ചെടികളെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. ഗൈസ്, ഇതാണ് സ്നേക്ക് പ്ലാന്റ്. ഇത് മിക്ക ആളുകളുടെ വീട്ടിലും കാണാവുന്ന ഒരു തരം ടൈപ്പ് ചെടിയാണ്. പിന്നെ ഇതൊക്കെ അമ്മ ഓരോ കളക്ഷനാണ് അമ്മയ്ക്ക് പേര് ചോദിച്ചിട്ട് എന്താണെന്ന് അറിയില്ല ആക്ച്വൽ. പക്ഷേ ഏത് ചെടി കിട്ടിയാലും അമ്മ അത് വീട്ടിൽ കൊണ്ടുവന്ന് മക്കളെ പോലെയാണ് നോക്കുന്നത്. അപ്പോൾ ഈ ചെടി കാണാൻ നല്ല ഭംഗിയുണ്ട്. ഈ ചെടിയുടെ പേരറിയാമെന്നുള്ളവർ കമൻറ്റ് ചെയ്യുക. പിന്നെ ഇതൊക്കെ ഓരോരോ ടൈപ്പ്. പിന്നെ ഇതൊക്കെ നല്ല വീട്ടിൽ ഡെക്കറേഷനൊക്കെ വയ്ക്കാനായിട്ട് പറ്റിയ ഒരു ടൈപ്പ് ചെടിയാണ്. പിന്നെ ഓർക്കിഡ് കണ്ടിട്ടുണ്ടോ? ഓർക്കിഡാണ് ഇത് ഇങ്ങനെ നിൽക്കുന്നത്. ഇത് ഓർക്കിഡാണ്. ഇത് ഓർക്കിഡാണ് കണ്ടോ. പിന്നെ ഇതൊക്കെ അമ്മയുടെ കുറേ ഹാങ്ങിങ്സ് ബേസ്ഡ് ആയിട്ടുള്ള കുറേ ചെടികളൊക്കെയാണ് കണ്ടോ. ഇതൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. ഇത് നമ്മുടെ ഇവിടെയുള്ള മണി പ്ലാന്റാണ് കണ്ടോ, പടർന്ന് പന്തലിച്ച് പോകുന്നുണ്ട്. പിന്നെ ഇത് ഒരു തരം ഹാങ്ങിങ് ചെടിയാണ്. ഇതിൻ്റെയൊക്കെ പേരറിയാമെന്നുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ ഈ ഹാങ്ങിങ് ചെയ്ത് കിടക്കുന്ന ഈ ചെടിയുടെ പ്രത്യേകത പറഞ്ഞാൽ ഇതിനെ മുറുകൂടി പച്ച എന്നാണ് നമ്മൾ പറയണത്. ഈ ചെടിയെന്ന് പറയുമ്പം ഏത് ആഴത്തിലുള്ള മുറിവ് വന്നാലും ഇത് വെച്ച് ഇതിൻ്റെ ചാറ് പിഴിഞ്ഞിട്ട് ചാറ് വീഴ്ത്തിയിട്ട് നമ്മൾ അമ്മ പറയുന്നത് 24 മണിക്കൂറിനകത്ത് മുറിവ് ഉണങ്ങിയിരിക്കും എന്നാണ് പറയണത്. പിന്നെ ഇത് ഒരു തരം ഹാങ്ങിങ് ആണ്. ഇതൊക്കെ ഓരോ ടൈപ്പ് ഹാങ്ങിങ് ആണ്. ഇനി ഇങ്ങറ്റത്ത് ഒരു ഓർക്കിഡുണ്ട്. ഇത് ഇലച്ചെടികളിൽ ഒരു വെറൈറ്റിയാണ്. പിന്നെ ഇത് എൻ്റെ മോളവിടെ നല്ല കരച്ചിലാണ്. അവൾക്ക് അച്ചാമ്മ വീടെന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ്.
അപ്പോൾ ഇന്ന് വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് അവൾ ഭയങ്കര കരച്ചിലാണ്. വേണ്ട, ഇത് അടീനെ വെട്ടി വെച്ചേക്കുന്നതാണ്. നമുക്ക് അടീനെയൊക്കെ വേറെ പരിചയപ്പെടാം. പിന്നെതാ ഇതൊക്കെ ഇലച്ചെടികളിൽ ഒരു പ്രത്യേക ഇനമാണ്. പിന്നെ വേണ്ട ഇത്. അപ്പോൾ ഒരു വെറൈറ്റി ഓഫ് കളക്ഷൻസ് തന്നെ ഇവിടെ ഉണ്ട്. ഇഷ്ടം പോലെ ചെടികൾ ഇവിടെ അമ്മയുടെ അടുത്തുണ്ട്. വേണ്ട, അടുത്തതായിട്ട് ഇപ്പോൾ പുതുതായിട്ട് വന്നൊരു അതിഥിയാണ് ക്യാപ്സിക്കം. അമ്മയുടെ പുതിയ ഒരു ഫ്രണ്ടാണ്. താമര കുറേ പൂ പിടിച്ചതാണ്. അടുത്ത മുട്ട് വന്നിട്ടുണ്ട്. അടുത്ത മുട്ട് വന്നിട്ടുണ്ട്. കാണിച്ചോളൂ. മുട്ട് കാണിക്കാൻ അമ്മ ഇവിടെ പറയാണ്. ഭാഗ്യം അത് ഇനി അത് വലുതാവും. ഇത് വന്നതേ ഉള്ളൂ. ഇന്നലെ വന്ന് പൊങ്ങിഞ്ഞ് വന്നത്. അപ്പം നമുക്ക് ഭാഗ്യമുണ്ട് മുട്ട് കാണാൻ. പിന്നെ ഇത് ആമ്പലാണോ? അല്ലല്ല, ഇത് താമര തന്നെ. അതും താമര തന്നെ. ഇത് ഓറഞ്ച് കളർ. ചെടികളൊക്കെ ഇപ്പം ഉച്ച സമയം ആയതുകൊണ്ടാണ് വാടി നിൽക്കുന്നത്. വെള്ളം നിൽക്കണം. പല വെറൈറ്റീസ് ഓഫ് എന്താണ്ട് ഇത് കടലാസ് പൂവാണ്. കടലാസ് പോകുന്നില്ല അതിന് പറയണം. കളറാണ്. അടുക്ക് ബൊഗൈൻ വില്ലയാണ്. കളറ് ഇതിൽ 3 കളർ വരും. പക്ഷെ ഇപ്പോൾ വരുന്നുണ്ട്. പക്ഷെ ഒരു കളറേ ഇതിൽ പിടിച്ചിട്ടുള്ളൂ. ഈ വേറെ കമരങ്ങളിൽ ഇനി അടുത്ത് വരുമ്പോൾ വേറെ ഏതാണ്ട് ഇതൊക്കെ വേറെ ഇതാണ്. ഇത് 2 കളറാണ്. ഇത് ഗായ്സ് ഇത് 2 കളറാണ്. ഇതെന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പോൾ ഒരു കളറേ ഉള്ളൂ. ഇത് 3 കളർ വരുന്ന ഒരു ടൈപ്പ് ബൊഗൈൻ വില്ലയാണ്. ഇത് 2 കളർ വരുമെന്നാണ് അമ്മ പറയണ. പിന്നെ ഇതൊക്കെ റോസാ ചെടിയാണ്. ഇപ്പം അതാ നല്ല വെയിലായതുകൊണ്ട് വാടി നിൽക്കുകയാണ്. ഇതൊരു ടൈപ്പ്. അത് ചെറിയ പൂ. ഇത് ശരിക്കും ശരിക്കും ഒത്തിരി പൂ പിടിക്കുന്നതാണ്. നല്ല നിറച്ചും പൂവുണ്ടായിരുന്നു. നിറച്ച് പൂവുണ്ടായിരുന്നു. ഇപ്പം തീർന്നു. അതുപോലെ ഇതൊരു കളർ. ഇതിൻ്റെ ഓറഞ്ച് കളറിൻ്റെ ചെറുതാണ്. ഈ റോസയൊക്കെ കാണാൻ എന്ത് ഭംഗിയാണ്. നല്ല സൂപ്പറായിട്ടുണ്ടല്ലേ. ഇതേപോലെ വളർത്തിയെടുത്താൽ നല്ല സൂപ്പർ തന്നെ. അമ്മ ചെടിയൊക്കെ വീത്തി കൊടുക്കുകയാണ്. വെള്ളമൊക്കെ വീത്തി കൊടുക്കുകയാണ്. ചെറിയ പൂക്കളുണ്ട്. ഗായ്സ് ഇത് ഇവിടുത്തെ കുടംപുളിയാണ്. കണ്ടോ? ഇതൊക്കെ കണ്ടോ? ചെറുതായി വന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇനിയിപ്പോൾ ഈ ഒരു വർഷത്തെ ഒരു കളക്ഷൻ തന്നെ ഈ ഒരു മരത്തിലുണ്ട്. നിറച്ചുമുണ്ട്. നിങ്ങളും ചെടികളും കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു സൂപ്പറായിട്ടുള്ള ഒരു ഗ്രാമപ്രദേശമാണ് ചിറയൻകീഴെന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിവിടെ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഒരുപാടുണ്ട്. ഗായ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ കുടംപുളിയുടെ അടുത്ത് വന്നിട്ടുണ്ട്. ഇതാ ഇങ്ങനെ ചെറുതാണ്. ഇത് ഇനി കുറേ കഴിയുമ്പോഴത്തേക്ക് നല്ല വലുതായിട്ട് വരും. ഒരു മാങ്ങയുടെ അത്ര വലിപ്പം വരുമെന്നാണ് അമ്മ പറയണത്. കണ്ടോ? എന്ത് രസമല്ലേ കാണാൻ. ഇത് ആദ്യമായിട്ട് പിടിച്ചതാണ്. ആദ്യത്തെ വിരുന്ന് വന്ന ആളാണ്. ഇനി ഇത് വലുതാവും. ഇനി നിറച്ചും ഇത് പിടിക്കും. താഴെ മുതൽ പിടിക്കും. വേറെ സ്ഥലത്തും ഉണ്ട്. ഇതാണ്ട് മുകളിലോട്ട് പോകണുണ്ട്. അതിന് പടന്ന് ശരിക്കും പിടിക്കും. കണ്ടോ ഗായ്സ്? ഇത് അമ്മ പറയുന്നത് ഇവിടുത്തെ ആദ്യത്തെ വിരുന്നുകാരി എന്നാണ്. അപ്പോൾ ഈ തടിയങ്കാന്നാണ് ഇവിടെയൊക്കെ പറയുന്നത്. അവിടെയൊക്കെ എന്താണ് ഇതിന് പറയണതെന്ന് എല്ലാവരും കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇതാണ്ട ഇത് അമ്മയുടെ ഒരു കൃഷിയുടെ ഒരു ഭാഗമാണ്. ഇതാണ് റംബുട്ടാൻ. അത് ചുവപ്പ് കളറാണ്. അത് പിന്നെ ഇവിടെയൊക്കെ എല്ലാ വീട്ടുകളിലും കാ പിടിച്ചു തുടങ്ങി. പക്ഷെ ഇവിടെ ഞാൻ കൊണ്ടുവച്ചതേ ഉള്ളൂ. ഇത്രയായി. കണ്ടോ ഗായ്സ്? ഇവിടെ അമ്മയുടെ കൃഷിയിലെ ഒരു ഐറ്റമാണ്. ഇതേ ഉള്ളൂ. നല്ല നീളമുള്ളതാണ്. നല്ല നീളം വരുന്നതാണ്. ഇപ്പം നമുക്ക് വേണ്ടിയിട്ട് ഇതിനു വേണ്ടി അത് അബദ്ധതാണ്. ഈ കവറിലെല്ലാം ഇതേപോലെ അതിഥികളുണ്ട്. ഓക്കെ. അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് അമ്മ അതാ കവറൊക്കെ മാറ്റി കാണിച്ചു തന്നെ. നമ്മൾ പറഞ്ഞാൽ പോലും അമ്മ കാണിക്കാത്ത ഒരാളാണ്. ഇപ്പം അതാ ഓഡിയൻസിന് വേണ്ടിയിട്ട് ഇതാണ്ട കവറൊക്കെ മാറ്റി നല്ല പാവയ്ക്കൊക്കെ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഗായ്സ് നിങ്ങൾക്ക് ഇതൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടോ? എന്നെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബും കൂടെ ചെയ്യണം ഗായ്സ്. ഗായ്സ് അമ്മയുടെ പച്ചമുളകാണ്. അത് വെജിറ്റബിൾസിൽ ഒരു ഇനം. ഇനി അടുത്ത നിങ്ങൾക്ക് ഞാൻ
കണ്ടാ ഗൈസ്, അടീനിയാണ് അമ്മയുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളത്. ഉണ്ട്, പല ഷേപ്പിൽ വരുമെന്നാണ് പറയണത്. ഇത് നമ്മൾ കുറച്ച് വളർന്നു വരുമ്പോഴത്തേക്കും അല്ലേ അമ്മ? മാറ്റുമ്പോഴത്തേക്ക് അത് വേറെ രീതിയിൽ വരുമെന്നാണ് പറയണത്. കണ്ട സൂപ്പർ കളക്ഷൻസ് ആണ്. അവിടെ ഞാൻ നേരത്തെ 2 കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അത് വളർന്നു വരുന്നതേ ഉള്ളൂ. ഇത് ഓറഞ്ച് കളർ ചെമ്പരന്തിയാണ്. അതെ, ഇത് പിന്നെ അടുക്ക് ചെമ്പരന്തിയാണ്. ഇത് വലിയ മഞ്ഞ ചെമ്പരന്തിയാണ്. നല്ല വലുതായിട്ട് വരുമെന്നാണ് അമ്മ പറയുന്നത്. ഇത് കണ്ടോ ഗൈസ്, ഇത് വെള്ള ചെമ്പരന്തിയാണ്. ഇതിന് മുട്ടക്ക് എന്നും പൂ കാണുമെന്ന് പറയുന്നത്. ഇതിൻ്റെ പേരമ്മയ്ക്ക് അറിഞ്ഞൂടാ, മറന്നുപോയി. പക്ഷേ ഇത് കാണാനായിട്ട് എന്ത് ഭംഗിയാണല്ലേ, നല്ല സൂപ്പറായിട്ടുണ്ട്. ഇതും ഇലച്ചെടിയിലൊരു ടൈപ്പാണ്. നല്ല സൂപ്പറായിട്ടുള്ള ഒരു ചെടിയാണ്. പല വെറൈറ്റീസ് ഓഫ് പ്ലാന്റ്സ് അമ്മ ഇവിടെ വളർത്തുന്നുണ്ട്. അപ്പം ഇതിൽ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള പ്ലാന്റ്സ് ഉണ്ട്. നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും ഒരു ഞാൻ പറയുന്നത് ഇപ്പം മറ്റേ മരുന്ന് ചെടിയെ പറ്റിയിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു അല്ലേ? അപ്പോൾ അതിനെ പറ്റിയിട്ട് ഒരു ഇൻഫർമേഷൻ അറിഞ്ഞൂടാത്തവർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇന്നും നമ്മുടെ വ്ളോഗിൽ ഇഷ്ടംപോലെ പ്ലാന്റ്സിനെ പറ്റിയിട്ട് ഞാൻ പറയും. കാരണം ഇവിടെ ചിറയൻകീഴ് ഇഷ്ടംപോലെ പ്ലാന്റ്സ് ഉണ്ട്, ഇഷ്ടംപോലെ. സിറ്റിയിൽ അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ഇവിടെ ഇതൊരു ഗ്രാമമാണ്. ഈ ഗ്രാമത്തിൽ ഒരുപാട് വെറൈറ്റീസ് ഓഫ് പ്ലാന്റ്സും ആഘോഷങ്ങളും ഫെസ്റ്റിവൽസും ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്കിവിടെ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഇഷ്ടം പോലെ ഉണ്ട്. അപ്പം വരും വ്ളോഗ്സിൽ നമ്മൾ വീണ്ടും പുതിയ കാര്യങ്ങളായിട്ട് നമ്മൾ എക്സ്പ്ലോർ ചെയ്യും. അപ്പോൾ ഇവിടെ ഒരാളും കൂടെ നിൽപ്പുണ്ട്, ലിച്ചുകുട്ടി. നമുക്ക് ലിച്ചുകുട്ടിയെ വാ. അപ്പോൾ ലിച്ചുകുട്ടി അച്ചാമ്മയുടെ വീട്ടിൽ വന്ന് സന്തോഷമായല്ലേ? ഇവിടെ ഇഷ്ടംപോലെ ചെടിയുണ്ടല്ലേ ലിച്ചുകുട്ടി? നിനക്ക് ഇഷ്ടപ്പെട്ട ആ ചെടിയൊക്കെ? ഓക്കെ ലിച്ചുകുട്ടി എന്തോ കാണിക്കാൻ പോകണം. നമുക്ക് എന്താണ് നോക്കിട്ട്? ഇത് എവിടെ നിന്ന് കിട്ടി ഇത്രയും മുട്ടായി? ആര് വാങ്ങിച്ചേർന്ന്? അച്ചാമ്മ വാങ്ങിച്ചു. ഓക്കെ അപ്പം ഇന്ന് പല്ല് കൂടുതൽ പുഴുക്കാനായിട്ട് ഇത്രയും മുട്ടായി മതിയാവും. ചുമ്മയൊന്നും അല്ല, ഫ്രണ്ടിലത്തെ പല്ലൊക്കെ പോയി അല്ലേ ലിച്ചുകുട്ടി? ഫ്രണ്ടിലത്തെ പല്ലെല്ലാം പോയി. ഓക്കെ അപ്പോൾ ലിച്ചുകുട്ടി, നമ്മുടെ ഈ വ്ളോഗ് നമ്മളിവിടെ എൻഡ് ചെയ്യാണ്. അപ്പോൾ മറ്റൊരു പുതിയ വ്ളോഗുമായിട്ട് ഞങ്ങൾ രണ്ടുപേരും തിരിച്ചു വരും അല്ലേ ലിച്ചുകുട്ടി? അപ്പോൾ അതുവരേക്കും എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ടാറ്റാ.